ഇന്ന് വളരെ സ്പെഷ്യലായ ഒരു എപ്പിസോഡാണ്. ഇന്ന് 5 വർഷം പൂർത്തിയാവുകയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആരംഭിച്ചിട്ട്. 2020 നവംബർ 10 ആദ്യ എപ്പിസോഡ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ആദ്യത്തെ ഷോ അത് എയർ ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള യാത്ര അത് അത്ര എളുപ്പമായിരുന്നില്ല. 5 വർഷം എന്നൊക്കെ പറയുന്നത് അത് ഒരു ചെറിയ കാലമല്ല എന്നത് പ്രേക്ഷകർക്കും നന്നായിട്ടറിയാം. അപ്പോൾ ഇങ്ങനെ വിജയകരമായി ഇന്നും ഔട്ട് ഓഫ് ഫോക്കസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നാളെയും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രേക്ഷകരുടെ പിന്തുണ തന്നെയാണ് അതിൽ വലിയ മുതൽക്കൂട്ടായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് നൽകുന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ വിമർശനങ്ങൾ, അതെല്ലാം നമ്മൾ വലിയ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നവരാണ്. എന്തായാലും ആദ്യം പ്രേക്ഷകർക്ക് തന്നെ നന്ദി പറയട്ടെ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നറിയാം. നിങ്ങൾ ഓരോ ദിവസവും നൽകുന്ന അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാറുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പലവിധ വിഷയങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ കേരള രാഷ്ട്രീയമുണ്ട്, ദേശീയ രാഷ്ട്രീയമുണ്ട്, വിവാദങ്ങളുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. എന്തിനാ ലോകത്ത് വിവിധയിടങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ, അതിൽ യുദ്ധവും സംഘർഷവും ഒക്കെ ഞങ്ങൾ ഈ വേദിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലവിധ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ അതിൽ എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. സ്വാഭാവികമായും അത്തരമുണ്ടാകുന്ന വിമർശനങ്ങളെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ആ വിമർശനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഈ വിജയകരമായ യാത്രയിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുള്ളത് എന്നതുകൂടി പറയട്ടെ. അപ്പോൾ ഈ പിന്തുണ തുടരുക. ഇനി നോക്കാം എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ യാത്ര. തുടക്കം മുതൽ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ അതെങ്ങനെയാണ്, ഇവിടെ ഇരിക്കുന്ന ഈ പാനലിസ്റ്റുകൾക്കും അത് എത്രത്തോളം മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നതുകൂടി നമുക്ക് നോക്കാം. ആദ്യം ദാവൂദ് സാറിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ആദ്യത്തെ എപ്പിസോഡിൽ സാർ ഉണ്ടായിരുന്നില്ലേ? ശരി, എന്തായാലും ഈ 5 വർഷം കഴിയുമ്പോൾ സാറിന് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഒരുപാട് പട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് എന്താണ് ഓക്കെ ഓഫ് കോഴ്സ് പിന്നെ ഒരുപാട് നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് മോശം വാക്കുകൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ആക്റ്റീവ് ഒരു കരിയർ ജേർണലിസ്റ്റായിട്ട് ഏതാണ്ട് 15 വർഷമായി ജോലി ചെയ്യുന്നു. അതിൽ 1.5 വർഷമാണ് ഫീൽഡിൽ ജോലി ചെയ്തത്, റിപ്പോർട്ടിങ്ങിലുണ്ടായിരുന്നത്. ബാക്കി കൂടുതൽ കാലവും ന്യൂസ് റൂം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയിലായിരുന്നു. അപ്പോൾ അതിൽ എല്ലാം പ്രിൻ്റ് ന്യൂസ് റൂമാകട്ടെ, ടെലിവിഷൻ ന്യൂസ് റൂമാകട്ടെ, ഡിജിറ്റൽ ന്യൂസ് റൂമാകട്ടെ, എല്ലാറ്റിലും വർക്ക് ചെയ്യുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ആ പണി ചെയ്യുമ്പോൾ, ആ പണി ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ആ പണി ചെയ്യുന്ന ഔട്ട് ഓഫ് ഫോക്കസ് ഇല്ലാത്തൊരു കാലം, അങ്ങനെ പറയുന്നിരിക്കുന്നു. ഔട്ട് ഓഫ് ഫോക്കസ് ഇല്ലാത്തൊരു കാലത്ത് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് വന്നപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാൾ ശ്രദ്ധാലുവായി എന്നുള്ളൊരു സംഗതിയാണ്. ഭയങ്കര നമ്മൾ ഓരോ വാക്കുകളും പിന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഈ നമ്മൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറഞ്ഞ ഒരു പ്രയോഗം, ഒരു വാക്ക്, അതിനെക്കുറിച്ചൊക്കെ ചോദിക്കും, വിമർശനാത്മകമായിട്ടും പോസിറ്റീവായിട്ടും അതിനെക്കുറിച്ച് ചോദിക്കുക, സംസാരിക്കുക. ഇത് ഒരു ലൈവ് പ്രോഗ്രാമാണ്. പലർക്കും അതറിയാം, അതും ഏറ്റവും പ്രധാനം. ഒരുപാട് ആളുകൾ ചോദിച്ചു അത് ലൈവാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് ലൈവാണോ അത് ചെയ്യുന്നത്? അപ്പോൾ ലൈവായിട്ടൊരു പ്രോഗ്രാം ദിവസേന ചെയ്യുന്നു, അതിൽ 3 വിഷയങ്ങൾ എടുക്കുന്നു. അപ്പോൾ ലൈവായിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതാകട്ടെ കേരളത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയുള്ളൊരു പ്രോഗ്രാം കൂടെയാണ്. അതിൻ്റെ റിസ്ക് എലമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പോൾ ആ റിസ്ക് എലമെൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പഠിക്കുന്നതിലാണെങ്കിലും പറയുന്നതിലാണെങ്കിലും ശ്രദ്ധ വേണം എന്നുള്ള അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ചലഞ്ചുണ്ട്, ഭാരമുണ്ട്. മറ്റ് ഒരു റെക്കോർഡഡ് ഷോ ചെയ്യുന്നതിനേക്കാളും അത് ഉണ്ടാക്കുന്ന ഭാരമുണ്ട്. ആ ഭാരം എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസിലല്ല, ഒരു ഉത്തരവാദിത്വമാണത്. ആ ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വളരെ ഡൈനാമിക്കായിട്ടുള്ള ഇതിൻ്റെ പ്രേക്ഷകരാണ്. വളരെ ഡൈനാമിക്കായിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള പ്രേക്ഷകരാണ്. വെറുതെ കേട്ട് പോകുകയല്ല, അതിനോട് റെസ്പോണ്ട് ചെയ്യും, വിളിക്കും, കത്തയക്കും, നമ്മുടെ താഴെ വന്ന് ഇതാക്കും. താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നതെല്ലാം അത്ര സീരിയസ് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം വളരെ നെയ്വായിട്ടുള്ള കമൻറ്റുകൾ, എന്താണ് വിഷയം പറഞ്ഞതെന്ന് ചിലപ്പോഴും തംബ്നെയിൽ മാത്രം കണ്ട് ഇതിട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അതേക്കാൾ കൂടുതൽ എന്നെ സംബന്ധിച്ചത് ഏറ്റവും എന്താണെന്ന് വെച്ചാൽ
കേരളത്തിലെ വളരെ ക്രീമായിട്ടുള്ള, അത് പൊളിറ്റിക്സ് ആകാം, സാഹിത്യത്തിലാകാം, അഡ്മിനിസ്ട്രേഷനിലാകാം, ബ്യൂറോക്രസിയിലാകാം, ഈവൻ ജേർണലിസ്റ്റുകൾക്കിടയിലാകാം, ഒപ്പീനിയൻ മേക്കേഴ്സ് എന്ന് നമ്മൾ പറയുന്ന വളരെ ഒരു റീഡിംഗ് എലീറ്റ് എന്ന് പറയുന്ന ആളുകൾ, അവർ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും നമ്മളോട് അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും എനിക്കത് എന്താ പറയുക ആ നേരിട്ടുള്ള അനുഭവമുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ, നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാത്ത ഏരിയയിൽ നിന്നുള്ള ആളുകൾ വരെ അവരത് കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. അഭിപ്രായങ്ങൾ പറയുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. ഇന്ന കാര്യങ്ങൾ, ഇന്ന പ്രശ്നങ്ങൾ, ഇന്ന വിഷയത്തിൽ നിങ്ങളെടുത്ത പൊസിഷൻ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതല്ല, ആ ഒരു ആംഗിൾ അത് മാത്രമല്ല ഇതും കൂടെ പറയാൻ വേണ്ടി. ഇത് ഇങ്ങനെ ഒരു വശം കൂടെ അതിനുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ദേ ആർ എൻഗേജിങ്, അവർ സീരിയസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നു. അതാണ് ഞാൻ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ കുറേ ഫാൻസ് ഉണ്ടാകുക എന്നുള്ളതല്ല, സീരിയസ് ആയിട്ട് അതിനോട് എൻഗേജ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എനി മീഡിയ ഹൗസ് ആവട്ടെ, ജനാധിപത്യത്തിന് 4-ാം തൂണാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പ്രസംഗിക്കും. ഒരു ഇൻഫോംഡ് പബ്ലിക്കിന് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പബ്ലിക് ഒപ്പീനിയൻ നാട്ടിലുണ്ടാക്കിയെടുക്കുക, ഇതാണല്ലോ മീഡിയ ചെയ്യേണ്ടത്. ആ നിലക്ക് ഇൻഫോംഡ് പബ്ലിക് എന്ന് പറയുന്ന ഒരു സങ്കല്പം, കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ബഹുജനങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയിൽ മീഡിയ വൺ ഈ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാം വലിയ പങ്കുവച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അത് നമ്മുടെ നാട്ടിലെ ഡിസ്കോഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും സാംസ്കാരികവും എല്ലാ മേഖലയും, രാഷ്ട്രീയം മാത്രമല്ല, സിനിമ നമ്മൾ വലിയ തോതിൽ ഡീൽ ചെയ്യുന്നൊരു ഏരിയയാണ്, സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഗതികൾ. അപ്പോൾ അതിനെ ജനങ്ങളെ ഒരു ഇൻഫോംഡ് ആൻഡ് ആക്റ്റീവ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു പോപ്പുലസ് ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ടെന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച്. ആളുകളെ മിസ്ഇൻഫോം ചെയ്യുകയല്ല, തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യം ഭയങ്കര ഡിവിസീവായിട്ടുള്ള, അങ്ങേയറ്റം വിഭജിക്കപ്പെട്ടൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ എങ്ങനെ കൂടുതൽ ജനങ്ങളെ ഇൻഫോംഡ് ആക്കാം എന്നുള്ളതാണ് ചലഞ്ച്. ആ നിലയിൽ ഉത്തരവാദിത്വബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന് ലഭിക്കേണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായി ധാരാളം ഔട്ട് ഓഫ് ഫോക്കസിന് ശേഷമുള്ള ഞാൻ എന്ന് പറയുമ്പോൾ തീർത്തും വ്യത്യസ്തമാണ്. കാരണം ബന്ധങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ധാരാളം പുതിയ ബന്ധങ്ങൾ, ധാരാളം പുതിയ മനുഷ്യർ, ധാരാളം പുതിയ ആലോചനകൾ, ധാരാളം പുതിയ ആശയങ്ങൾ, അതിലേക്കൊക്കെ കടന്നു ചെല്ലാൻ പറ്റിയ ഒരു കാലം, ഒരു 5 കൊല്ലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യെസ്, തീർച്ചയായും 5 വർഷമായി ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ 2 വർഷമേ ആയുള്ളൂ ഈ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇതിന് മുൻപ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കരിയറിൽ എനിക്ക് തോന്നുന്നു മറ്റേത് ഷോ ചെയ്തതിനേക്കാൾ കൂടുതൽ ആക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ ആളുകൾ തിരിച്ചറിയാൻ, അഭിപ്രായങ്ങൾ പറയാനൊക്കെ തുടങ്ങിയത് ഈ ഔട്ട് ഓഫ് ഫോക്കസിലിരുന്നത് ശേഷമാണ്. ഇവിടെ കോഴിക്കോടൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ പലരും വന്ന് ചോദിക്കും, ഔട്ട് ഓഫ് ഫോക്കസിലിരിക്കുന്ന ദിവ്യ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നതാണ്. പല രീതിയിലുള്ള കളിയാക്കലുകളും കേട്ടിട്ടുണ്ടോ, നിങ്ങളുടെ അടുപ്പുകൂട്ടി ചർച്ച, ഇരുട്ടുമുറി ചർച്ച എന്നൊക്കെ കൂടി പറയാറുണ്ട്. നിഷാദ് എങ്ങനെ കാണുന്നു അങ്ങനെയുള്ള വിമർശനങ്ങളെ? അതൊരു കളിയാക്കലായിട്ട് തോന്നുന്നു, അതോ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു? അല്ല, ഇതൊരു ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്നുള്ളൊക്കെ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ആൾക്കാർ പരിഹാസം പറയും, ചില ആൾക്കാർ ആക്ഷേപം, ചില ആൾക്കാർ പോസിറ്റീവായി കമൻറ്റ് ചെയ്യും. എല്ലാ തരത്തിലും അഭിപ്രായം പറയുന്ന ആളുകളെ പ്രതീക്ഷിക്കണമല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പോസിറ്റീവായ അഭിപ്രായം പറയുന്ന ആൾക്കാരെ നമ്മൾ പോസിറ്റീവായി തന്നെ സമീപിക്കുന്നു. ഭയങ്കര ആക്ഷേപകരമായിട്ട് പറയുന്നവരുണ്ട്, അവരെ നമ്മൾ ഏറ്റവും മാന്യമായി അവഗണിക്കുന്നു എന്നേ ഉള്ളൂ. അതങ്ങനെ തന്നെ കാണേണ്ടത് തോന്നുന്നു. ഇത്രയും ലൈറ്റുള്ള ഒരു പരിപാടി എങ്ങനെയാണ് ഇരുട്ടുമുറി എന്ന് വിളിക്കുക എന്നാണ് നിൽക്കുന്നത്. ക്യാമറമാർക്ക് സങ്കടവും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. 5 വർഷം മുമ്പ് ഒരു ബീഹാർ തെരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മൾ തുടങ്ങുന്നത്. അന്നത്തെ ആദ്യത്തെ എപ്പിസോഡ് തെരഞ്ഞെടുപ്പ് മുമ്പ് ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ അതിന് കുറച്ച് മുമ്പാണ്. ഇങ്ങനെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങണമെന്ന് ഇത് ആരുടെ തലയിൽ? മുമ്പത്തെ നമ്മുടെ എഡിറ്ററായിരുന്ന രാജീവ് ദേവരാജ്, അദ്ദേഹം എഡിറ്ററായിരിക്കുന്ന സമയത്താണ് ഈ പരിപാടി നമ്മൾ ആലോചിക്കുകയും തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങിയ സമയത്തെ സത്യം പറഞ്ഞാൽ അങ്ങനെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റലുണ്ടായിരുന്നു. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് മുതൽ ഞാൻ ഇതിനകത്തുണ്ട്. 5 വർഷമായി ഇവിടെ ഇരിക്കുന്ന ആളാണ് ഞാൻ. ഫസ്റ്റ് എപ്പിസോഡ്. യെസ്. അപ്പോൾ തുടങ്ങിയ സമയത്ത് അങ്ങനെ
സത്യത്തിൽ ഞാൻ പറയല്ലോ, തുറന്നു പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഗൗരവതരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് കണ്ടിട്ടല്ല ഇരിക്കുന്നത്. നമ്മളെ ഒരു TV ജേർണലിസ്റ്റ് നിലയ്ക്ക് പല പരിപാടികളിൽ ഇരിക്കുന്നു, ആ കൂട്ടത്തിൽ ഇവിടെ ഇരുന്ന് കൊടുക്കുന്നു, ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയായിരുന്നു രാഷ്ട്രീയ വിഷയമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത്. അന്ന് അഭിലാഷ് മോഹനുണ്ട് ഇപ്പം മാതൃഭൂമിയിലുള്ള, പിന്നെ രാജീവേട്ടൻ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോയത്. ഇത് ആളുകൾ ഇതിനെ ഭയങ്കര ഗൗരവത്തിൽ അങ്ങ് എടുക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ അത്ര ഇൻവെസ്റ്റ് ചെയ്തോ സംശയം, എനിക്ക് പേഴ്സണലി ഞാൻ ഇത്രയും ഗൗരവം കൊടുത്തിട്ടാണെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്കാർ ഇതിനെ സീരിയസ് ആയി സമീപിക്കുന്നു. മലയാളികൾ ഭയങ്കര പൊളിറ്റിക്കൽ എഡ്യൂക്കേറ്റഡ് ആണ്. അവരെന്നെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു, നമ്മൾ പറഞ്ഞതിനകത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള പല ഡയമെൻഷൻസ് പറയുന്നു. അപ്പം മുതൽ ഞാൻ ഇതിന് നടുക്കേ ഇരിക്കുന്നൊരു നിലപാട് സ്വീകരിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് സൈഡിൽ ഇരിക്കാൻ പേടിയാണ്. നമ്മൾ സൈഡിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കമൻറ്റ് പറയണം. കമൻറ്റ് നമ്മൾ അത്രയും റെസ്പോൺസിബിൾ ആയിട്ട് പറയണം. അതിന് നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ആൾക്കാർ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ എന്ത് സമ്മർദ്ദം ഉണ്ടായാലും ഈ ഒരു വശത്തിരുന്ന് അഭിപ്രായം പറയുന്ന പരിപാടി ഒഴിവാക്കാൻ ഞാൻ പരമാവധി പ്ലേസ് എടുക്കുമായിരുന്നു. അന്ന് സ്മൃതി പരത്തി കിടക്കും. അപ്പോൾ സ്മൃതി ചേച്ചി എന്നോട് പറയും, നീ ഒന്ന് സൈഡിലിരിക്കും. ഞാൻ ഇരിക്കില്ല. കാരണം സൈഡിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിന് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ ആ ഭയപ്പാട് ഞാൻ കൊണ്ടുവരുന്നത് ആൾക്കാർ അത്രയും ഗൗരവത്തിൽ കാണുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കാൻ തുടങ്ങി, നമ്മളോട് പറയുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മളിത് ആൾക്കാരുടെ അഭിപ്രായങ്ങളും മാനിക്കുന്നു, അത് വായിക്കുന്നു. നമ്മൾ എവിടെയാണ് ചേഞ്ചസ് എടുക്കേണ്ടത്, നമ്മളിത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിൽ എവിടെയാണ് മാറ്റം എടുക്കേണ്ടത്, നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾ പറയണം, ഏതൊക്കെ മേഖല ടച്ച് ചെയ്യണം, ഇതിലൊക്കെ ആളുകൾ എൻഗേജ് ചെയ്യുന്നതിനെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഡ്യൂസർമാർ അതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കോ പാനലിസ്റ്റുകൾ നമ്മളെ അതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും 5 വർഷം പൂർത്തിയാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തെ കരിയറിനിടയ്ക്കത്തെ ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ, നേരത്തെ ദിവ്യ പറഞ്ഞില്ല, ഏറ്റവും കൂടുതൽ ആളുകളുടെ ഫീഡ്ബാക്ക് വരുന്ന, എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു 10 പേരെങ്കിലും, ഞാൻ ഒട്ടും എക്സൈറ്റ് പറയില്ല, ഈ വിഷയം നാളെ എടുക്കണം, ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ പറഞ്ഞ് കേൾക്കണം എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കും. അല്ല നമ്മൾ പറയില്ല, പുതിയ കുട്ടികളൊക്കെ രാഷ്ട്രീയം കുറവുള്ളവരെന്ന അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ജെൻസിക്കാർ മെസ്സേജ് അയക്കും, ഇതെടുക്കണം. വിമർശനങ്ങൾ അതുപോലെ പങ്കുവയ്ക്കുന്നവരുണ്ട്. ഡെയിലി ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു ടാഗ് ഉണ്ടാവും, നമ്മൾ പറഞ്ഞ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പറയണം. ചിലപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു നിലയ്ക്ക് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ചില ഡയറക്ടേഴ്സ് ബ്രില്യൻസ് ഒക്കെ പറയില്ല, ഡയറക്ടർ പോലും ആലോചിക്കാത്ത സാധനം ആൾക്കാർ എഴുതുന്ന പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത അർത്ഥതലങ്ങളൊക്കെ വെച്ച് നീണ്ട ലേഖനം എഴുതിയ ആൾക്കാരെ കാണാറുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചു. അപ്പോൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ, നെഗറ്റീവായിട്ട് എഴുതുന്നവരെയും കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഒരു 5 വർഷക്കാലം എന്ന് വെച്ചാൽ ഇതിനെ ഒരു ഘട്ടത്തിൽ പേടിയോടെ സമീപിക്കുകയും ഒരു ഘട്ടത്തിൽ നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തൃപ്തിയേ ഉള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ മീഡിയയിലെ ഏറ്റവും പോപ്പുലർ ഷോകളിലൊന്നാണ് ഇപ്പം ഇത്. മീഡിയയിലെ മാത്രമല്ല ഷോ, ഞാൻ ആ ഒരു അഹങ്കാരം പറയല്ല, കേരള മീഡിയ ഫ്രട്ടേണിറ്റിക്കകത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പരിപാടികളൊന്നാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്കിത് അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു ട്രാക്ഷൻ കുറയാണ്, ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് മതിപ്പില്ല, ആളുകൾക്ക് ഇതിനെ മടുക്കുകയാണ് എന്ന് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഈ കാണുന്ന സെറ്റ് പോലും മാറ്റാൻ തോന്നുന്നില്ല. ആളുകൾ അത്രയും ഒരു തവണ മാറ്റി നമ്മൾ പരിപാടി കുറച്ച് കളറായല്ലോ, എന്നാൽ കുറച്ച് കളറാക്കിയേക്കാം, സോഫയും കുറെ പൂവൊക്കെ ആക്കി. ആൾക്കാർ മാരകമായി ചീത്ത വിളിച്ചു, ഇത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നത് കേട്ടാൽ മതി, ഇതിന്റെ ഷോ വേണ്ട, പിറ്റേന്ന് അവസാനിപ്പിച്ചു അത്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴെങ്കിലും അവസാനിപ്പിച്ച് കളയാം, ഇത് നിർത്തി കളയാം എന്ന് തോന്നിയിട്ടില്ല. ആ നിലയ്ക്ക് ആളുകൾ ഡെയിലി ഇതിനകത്ത് എൻഗേജ് ചെയ്യുന്നതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുണ്ട്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇതിലുണ്ടല്ലോ ഈ 5 മണി ആകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അത് ചില ലൈവ് നോക്കിയാൽ അറിയാം, ഇത് തുടങ്ങുന്നതിന് മുമ്പേ അതിൽ വ്യൂസ് ഉണ്ടാവും. അതായത് ദേ ആർ വെയിറ്റിംഗ് എന്നുള്ളതാണ്. ചിലർ താഴെ കമന്റ് ഇടുക, നിങ്ങൾ എന്താണ് ഇത്ര ലേറ്റ് ആവുന്നത്, വൈകുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇന്നിപ്പോൾ ഒരു കമന്റ് കണ്ടു, ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആകെ 5 എപ്പിസോഡാണ് മിസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ ആൾക്കാർ. ഡെയിലി ഓരോ എപ്പിസോഡും കണ്ടിട്ട് വിടാതെ കാണുന്ന ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സൗദി പോയപ്പോൾ ഒരു കക്ഷിയെ കണ്ടു, അയാൾ ടി വിയിൽ ഒരു പരിപാടിയും കാണുന്നില്ല, ആകെ കാണുന്ന ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയാണ്. അതിൽ വരുന്ന 3 വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വല്ല വിഷയം സംഭവിച്ചാൽ കക്ഷി അറിയില്ല. ഈ 3 വിഷയങ്ങളാണ് പുള്ളി ഡെയിലി എടുക്കുന്നത്. അത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും പോപ്പുലറായ, അത്രയും സ്വീകരിക്കപ്പെട്ട ഒരു പരിപാടിക്ക് നമ്മൾ റെസ്പോൺസിബിളായി നമ്മൾ കൊണ്ടു നടക്കുന്നുള്ള എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകളെ തരത്തിൽ ഡിവൈഡ് ചെയ്യിക്കാനോ മനഃപൂർവ്വമായി എന്തെങ്കിലും നുണ പ്രചരിപ്പിക്കാനോ നമുക്ക് ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റിപ്പോയിട്ടുണ്ട്. ലോകത്ത് എല്ലാവർക്കും പറ്റത്തില്ല. അതിന് നമ്മളത് കറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത്രയും ദുരഭിമാനമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് ആളുകളെ വിഭജിക്കാനോ അല്ലെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടി ഒരു റോൾ പ്ലേ എടുക്കുക, അജിംസ് ഈ ഭാഗം പിടിക്കുക, ഞാൻ ഈ ഭാഗം പിടിക്കാം, അല്ലെങ്കിൽ ദൗസായി മറ്റേ പിടിക്കാം, നമുക്ക് അടിക്കാം, ഈ വക ഒരു പണി എടുത്തിട്ടില്ല. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും. ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ചില വിഷയങ്ങൾക്ക് ട്രാക്ഷൻ എന്നത് നമ്മൾ പരിഗണനാ വിഷയമാക്കിയിട്ടില്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണെന്ന് എത്രയോ വിഷയം എടുത്തിട്ടുണ്ട്. ദിവസങ്ങളോളം എടുത്തിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ. കാരണം അത് നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ആൾക്കാരോട് അത് സംസാരിക്കേണ്ട ബാധ്യത ഉണ്ടതിനെക്കുറിച്ച് നമ്മളത് എന്നതിനെ മുൻനിർത്തി എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട്
ആത്മാഭിമാനമേ ഉള്ളൂ. ആളുകൾക്ക് വിമർശനം ഉള്ളപ്പോഴും ഇതിനെക്കുറിച്ച് ഏറ്റവും വിമർശനമുള്ള ആൾക്കാർ പോലും ഡെയിലി ഇത് കാണുന്ന ആൾക്കാരുണ്ട്, ഡെയിലി കാണുന്ന ആൾക്കാർ. സോ അതുകൊണ്ട് ആസ് എ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ മലയാളികൾക്കിടയിൽ ഈ ദൈനംദിനം വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും കുറ്റബോധമൊന്നുമില്ല എന്നതാണ്. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ അതിൻ്റെ നൈതികതയും അതിൻ്റെ ഉള്ളടക്കത്തെയും വിമർശിക്കുന്ന ഒരു കാലം കൂടിയാണ്. സത്യത്തിലൊരു കുറ്റബോധം ഇല്ലാതെ നമ്മൾ ഇരിക്കുന്നത് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. യെസ്, തീർച്ചയായും. ഇതിൽ വിഷയമെടുക്കുന്നതിൽ ചിലർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് ആരാണ് ഈ വിഷയങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നത്? ദാവൂദ് സാറാണോ, അജിംസും നിഷാദും കൂടിയാണോ? അല്ല കേട്ടോ, ഞങ്ങൾക്കൊരു ടീമുണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് ടീമുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഓരോ ദിവസത്തെ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ച് അതും കൂടി കണക്കിലെടുത്താണ് ഞങ്ങൾ ഒരു ദിവസം ഇന്ന് സംസാരിക്കാം എന്ന് തീരുമാനിക്കുന്നത്. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ CPM വിരുദ്ധതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ BJP സംഘപരിവാർ വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിന് കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അതല്ല, ഞങ്ങൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് മാത്രം ചായ്വ് പ്രകടിപ്പിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടിടത്ത് ചോദ്യങ്ങൾ ചോദിച്ചും വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടിടത്ത് വിമർശനങ്ങൾ ഉന്നയിച്ചും തന്നെയാണ് ഔട്ട് ഓഫ് ഫോക്കസ് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകുമെന്നും കൂടി പറയട്ടെ. യെസ്, ഇനി അജിംസിലേക്കാണ്. അജിംസ് 5 വർഷമാവുകയാണ്. അജിംസ് തുടക്കത്തിൽ തൊട്ടുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ 5 വർഷം കഴിയുമ്പോൾ എന്ത് തോന്നുന്നു? ഈ ഒരു പേഴ്സണൽ കരിയറിൽ ഔട്ട് ഓഫ് ഫോക്കസിന്റെ സ്ഥാനം എവിടെയാണ്? അല്ല, 5 വർഷം കഴിയുമ്പോഴല്ല, ഇത് തുടങ്ങുമ്പോൾ എനിക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് പ്രധാനം. കാരണം ഈ നിഷാദ് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അതൊരു ഡിസണൻസ് എന്ന് പറയാവുന്ന കാര്യം. ഒന്ന്, ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയലല്ലോ. നമ്മളൊരു വിവരം, ഇൻഫർമേഷൻ മറ്റോ പ്രഷർ കൂടുതലാണ്. ഇപ്പോൾ ടെലിവിഷനിലാണല്ലോ, ടെലിവിഷനിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ടെലിവിഷൻ നോക്കുകയാണെങ്കിൽ അവിടുത്തെ എഡിറ്റേഴ്സ് ആയിരിക്കും ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തും. ആ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ അവരുടെ അഭിപ്രായം പറയല്ല ചെയ്യുക. അവരതിൻ്റെ പല പെർസ്പെക്റ്റീവ് പറയും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞേ പറ്റൂ. അതല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ ഇയാളെന്താണ് ഈ തത്തി കളിക്കുന്നതെന്ന് വിചാരിക്കുക. അതും ശരിയാണ്, ഇതും ശരിയാണ്, ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു ജേർണലിസ്റ്റിക് പൊളിറ്റിക്കൽ അനാലിസിസ് സാധ്യമാവാത്ത ഒരു ഫോമാറ്റാണ് ഇതിന്. അങ്ങനെ വരുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒപ്പീനിയൻ ആവും. നമ്മുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. നമ്മുടെ ഒപ്പീനിയൻ പറയലല്ലോ ജേർണലിസം. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ഒപ്പീനിയനാണ് എന്ന് അവരെ പറയിപ്പിലല്ല ജേർണലിസം. അപ്പോൾ ഇത് ശരിക്കും ഒരു ജേർണലിസം തന്നെയാണോ എന്നായിരുന്നു എനിക്ക് തുടക്കത്തിലുള്ള സംശയം. പക്ഷേ ഇത് തുടങ്ങാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ നിഷാദ് പറഞ്ഞു. ഒരു കോവിഡ് ലോക്ക്ഡൗൺ സമയത്താണ്. കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ കുറേ കൂടി ഡിജിറ്റൽ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ കണ്ടന്റ് കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ വളരെ ലൈറ്റർ വെയിൽ തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതിയ ഒരു പ്രോഗ്രാമാണിത്. ഇല്ല, വേറെ ഒരു ചാനലുണ്ട്. അപ്പോൾ വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഇത് ഗൗരവമായിട്ട് പ്രേക്ഷകരെടുത്തു എന്നുള്ളതാണ് പ്രശ്നം. ഇത് ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വം ചില്ലറയല്ല. ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണം, അത് ഫാക്ച്വൽ ആയിരിക്കണം, അവിടെ പെശക് വരാൻ പാടില്ല. ഒരുപക്ഷെ ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ പെശകൾ വരുത്തിയ ഒരാളാണ് ഞാൻ. അത് ഞാൻ അഭിമാനപൂർവ്വം നാണക്കേടോടെ പറയുകയാണ്. കാരണം ആ പെശക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ഒന്ന് ലൈവാണ്, 2 പെശക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പെശകുകൾ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻ, അത് നമ്മളെന്താണ്, നമ്മൾ ഒപ്പീനിയനേറ്റഡ് ആകുവാണ്. അയാളുടെ പൊസിഷൻ ഇതാണ് എന്നുള്ളൊരു പ്രശ്നം വരുന്നു. ഇത്തരം ചലഞ്ചസ് മറികടന്നാണ് ഈ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ കുറേ കൂടി ദിവസമായി പറഞ്ഞ പോലെ കുറച്ചുകൂടി സൂക്ഷ്മാലും ആവുന്നു എന്നുള്ളതാണ്. ആ സൂക്ഷ്മത കുറേ കൂടി നല്ലതാണ്. നമ്മുടെ ഒപ്പീനിയൻ പറയുന്ന കാര്യത്തിൽ ആ സൂക്ഷ്മത നല്ലതാണ്. ഞാൻ പറഞ്ഞ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ 5 വർഷം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യം, നമ്മൾ വേറൊരു നറേറ്റീവ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വേറൊരു നറേറ്റീവ് എന്ന് പറയാൻ കാരണം, ഈ കേരളത്തിലെ മാധ്യമരംഗം, അത് പത്രങ്ങളാണെങ്കിലും ടെലിവിഷനാണെങ്കിലും, ചില കാര്യങ്ങളിൽ അവർ മാറുകയോ അല്ലെങ്കിൽ വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കുകയോ ചെയ്യില്ല. ഗ്ലോബൽ മീഡിയ സെറ്റ് വെച്ച് ചില സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് അവരത് പോവുക. ഇപ്പോൾ ഹമാസ് എന്ന് പറയുന്നത്, ഹമാസ് ഭീകരവാദികളെന്ന് അച്ചടിക്കുന്ന പത്രങ്ങളും കാർഡുകളടിക്കുന്ന ടെലിവിഷനിലൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പം ഹമാസ് ഭീകരവാദികളൊന്നും കൊടുക്കുന്നില്ല. അത് അങ്ങനെ കൊടുക്കുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്തോ യുദ്ധമാണ്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകൾ, സീനിയർ ജേർണലിസ്റ്റുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, 2 രാജ്യങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു യുദ്ധമാണ്. ഇന്നങ്ങനെ സീനിയർ ജേർണലിസ്റ്റുകളോട് സാധാരണക്കാർ പോലും അങ്ങനെ ചിന്തിക്കുന്നില്ലെങ്കിൽ അതിൽ ഔട്ട് ഓഫ് ഫോക്കസിന് വലിയ. മാത്രമല്ല, ഗസയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചുള്ളത് ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇനി എൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു നീണ്ട കുറിപ്പ്, ഔട്ട് ഓഫ് ഫോക്കസ് കണ്ടു തുടങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്, നീണ്ടൊരു കുറിപ്പ് എഴുതി. അതിൽ
പ്രധാനമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തൊരു വിമർശനം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ജാതിയെയും മതത്തെയും കുറിച്ചാണ്. അതൊരു തരം അസ്വസ്ഥതയുണ്ടാവും. നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിലും ഒന്നുകിൽ ജാതി ഉണ്ടാവും അല്ലെങ്കിൽ മതം ഉണ്ടാവും, ഏതെങ്കിലും മതം. അപ്പോൾ ഞാൻ തിരിച്ചൊരു മറുപടി കൊടുത്തു. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഒരു തിക്ത യാഥാർത്ഥ്യമാണ് ഈ രണ്ട് കാര്യങ്ങളും. നമ്മുടെ പോളറൈസേഷൻ്റെ ഒരു കാരണം മതമാണ്, നമ്മുടെ സാമൂഹിക ഘടന ജാതിയിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞാൽ തിരിച്ചൊരു മറുപടി കൊടുത്തു. അത് അയാൾക്ക് കൺവിൻസ് ആവില്ലോ എന്ന് നമുക്കറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം വരുന്നത് ഭരിക്കുന്ന പാർട്ടികൾ നിരന്തരം വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഭരിക്കുന്ന ഒരു പാർട്ടി BJP ആണ്, ഒരു പാർട്ടി CPM ആണ്. അവർ വിമർശിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുക? അപ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തെ കുറേ കൂടി സോഫ്റ്റ്വെയർ ഇതിലാണ്. അതായത് UDFന്, കേന്ദ്രത്തിലാണ് ഈ കോൺഗ്രസ്സിന് ഒക്കെ നിങ്ങൾ വളരെ സോഫ്റ്റായിട്ടാണ് പെരുമാറുന്നത്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. നമ്മൾ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ നമ്മളെ ഗോദി മീഡിയ എന്ന് വിളിച്ചാൽ പോരെ. ഗോദി മീഡിയകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവർ പ്രതിപക്ഷത്തെ ആക്രമിക്കുക, പ്രതിപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കുക, പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഗോദി മീഡിയ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളും അങ്ങനെയാവില്ലേ? നമ്മൾ ആദ്യം അക്കൗണ്ടബിൾ ആക്കുന്നത് ഭരണകൂടത്തെയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ്, അധികാരമുള്ളവരെയാണ്. അധികാരമുള്ളവർ ഓഡിറ്റ് ചെയ്യലാണ് മാധ്യമങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്. അതല്ല ഇനി പ്രതിപക്ഷത്തെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഗോദി മീഡിയ എന്നേ വിളിക്കേണ്ടതുള്ളൂ. മൂന്നാമത്തെ ഒരു വിമർശനമായിട്ട് വരുന്നൊരു കാര്യം, നിരന്തരം ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും ഈ 5 വർഷം ഔട്ട് ഓഫ് ഫോക്കസിനുള്ള യാത്രയിൽ ഞാൻ വിചാരിക്കുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് സമൂഹത്തിന് നൽകിയതിനേക്കാൾ കൂടുതൽ സമൂഹം ഔട്ട് ഓഫ് ഫോക്കസ് നൽകിയിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നറേറ്റീവുകളെ കൃത്യമാക്കിയിട്ടുണ്ട്, മറ്റൊന്ന് നമ്മളെ കൂടുതൽ ഉത്തരവാദിത്വബോധമുള്ളവരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് എനിക്കാണ് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടില്ല. ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിന് കൊടുത്ത കോൺട്രിബ്യൂഷനേക്കാളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ചില പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവയ്ക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഒരു ലോറി ഡ്രൈവറുടെ ഒരു കമൻറ്റാണ്. അദ്ദേഹം അത് തന്നെ പറഞ്ഞാണ് അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. മലയാള ടെലിവിഷൻ ചാനൽ ചരിത്രത്തിൽ ഇത്രയും ശ്രദ്ധേയമായ വാർത്താ അധിഷ്ഠിത പരിപാടി വേറെ ഉണ്ടായിട്ടില്ല. അതിന് തെളിവാണ് മറ്റ് ചാനലുകൾ ഇതേപോലെയുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് നെയ്യം അഹമ്മദാണ് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഹാരിസ് റഹ്മാനാണ്, ഞാനൊരു ലോറി ഡ്രൈവറാണ്, എന്നും പാട്ട് കേട്ട് മാത്രം ഓടിച്ചുകൊണ്ടിരുന്ന ഞാൻ എപ്പോഴെങ്കിലും ഔട്ട് ഓഫ് ഫോക്കസ് കേൾക്കും. ഇത് സ്ഥിരമായി കേൾക്കാൻ തോന്നി, അങ്ങനെ കേട്ട് ശീലിച്ചു. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നില്ല, യൂട്യൂബിൽ വാർത്തകളാണ് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അതൊരു ശീലമായി, ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ശീലമായി, കൂടുതൽ അറിവ് ലഭിച്ചു എന്നാണ് പറയുന്നത്. യെസ്, അങ്ങനെ ഒരുപാട് പേരുടെ കമൻറ്റുകൾ ഞാൻ അതിലേക്ക് വരാം. ദിവസം ഞായറാഴ്ച കൂടി ഔട്ട് ഓഫ് ഫോക്കസ് വേണമെന്ന് പറയുന്നവരുണ്ട്. ദിവ്യയും നിഷാദും ഏറ്റെടുക്കും. ആയിരുന്നു, പിന്നെ ശനിയും വന്നല്ലേ. ആൾക്കാർ പിന്നെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് ആണ്, എന്തുകൊണ്ടാണ് ദിവ്യ നിങ്ങൾ 5 മണി എന്ന് പറഞ്ഞിട്ട് 5:15 തുടങ്ങുന്നതാണ്? സമയം വൈകുന്നത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നല്ല വിമർശനമുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. പറയൂ, വൈകുന്നത് എന്താ? റിസർച്ച് പർപ്പസ്. ഇതിനെക്കുറിച്ച് വിഷയങ്ങൾ നോക്കാൻ ആൾക്കാർ ഒരുപാട് പേര് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാറുണ്ട്. യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത്. ഞായറാഴ്ച കൂടി ഉണ്ടാകണം, ഒപ്പില്ലാത്ത ഒരു ദിനം പോലെയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ഇല്ലാത്ത ഞായർ. അബ്ദുൾ റസാഖ്. ശരി, അല്ല ഒരു കാര്യം, എനിക്ക് നമ്മൾ വിഷയങ്ങൾ നോക്കി തീരാനും അതിൻ്റെ ഒരു ധാരണ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് ചിലപ്പോൾ 5 മണി കഴിഞ്ഞും മിക്ക ദിവസങ്ങളിലും പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 5 വർഷം പൂർത്തിയായിട്ടുള്ള നമ്മുടെ ഈ വർഷത്തെ പ്രതിജ്ഞ സമയത്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഇന്ന് എത്ര മണിക്ക് തുടങ്ങി? അതിപ്പോ പ്രേക്ഷകർ താഴെ കമന്റ് ചെയ്യും ഇന്ന് എത്ര മണിക്ക് തുടങ്ങിയെന്ന്. ശരി, ഇതിൽ നടുവിലിരിക്കുന്ന ആൾക്കാരുടെ ടെൻഷൻ. ഇതിലെ വിഷയങ്ങൾ എടുക്കുന്നതിന്റെ അവസരം നമുക്ക് എപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു വിഷയ ദാരിദ്ര്യം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹൗ വി ചൂസ്? അത് പ്രേക്ഷകർക്ക് അറിയാം. നമ്മൾ പ്രൊഡ്യൂസർ എപ്പോഴും ഉള്ള തുടക്കം മുതലുള്ള നമുക്ക് നല്ല പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. റൈറ്റ് ഫ്രം ബത്തേരി, നൗഷാദ് ബത്തേരി, പിന്നെ അലി കൂട്ടായി വരുന്നുണ്ട്, പിന്നെ അലി തുറക്കൽ വരുന്നുണ്ട്, സുഹൈൽ വരുന്നുണ്ട്, നമ്മുടെ സുസു വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് സിഗേഷ് ഉണ്ടാവും. പിന്നെ ആരൊക്കെ ടീമാണ്. അതെ അതെ അതെ. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? പിന്നെ ഇവിടുന്ന് റിപ്പോർട്ടുള്ള ഒരു ഷാബാസ് ഉണ്ടായിരുന്നു. ഷാബാസ് നമ്മുടെ പ്രൊഡ്യൂസർ. ഇപ്പം കുറേ കാലം ഇജാസാണ്. ഇജാസ് വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ എന്താണ് കിടുവാണ്. അപ്പം ഔട്ട് ഓഫ് ഫോക്കസിന്റെ പ്രേക്ഷകരെ പുള്ളിക്കാണ് നന്നായിട്ട്, നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. നമ്മൾ വിഷയങ്ങൾ എടുക്കുമ്പോൾ അതിൽ നമുക്കൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? ഒന്ന് ഇപ്പം നേരത്തെ അജിം സാറിന് ഒരു ചർച്ച ചെയ്യപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, എന്നാൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളുണ്ടാവും.
അത് ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പറയുന്ന അഭിപ്രായങ്ങളെ കക്ഷി നിഷ്കരണം തള്ളിക്കളയും. അതല്ല ഇത് എനിക്ക് ഡിസ്കംഫർട്ട് ആയിട്ടുള്ള പല വിഷയം ഞാൻ പറയും. എനിക്കിത് എന്ത് പറയാനെത്തുന്നുള്ളത് എനിക്ക് ആശയക്കുഴപ്പമുള്ളത്. പക്ഷേ അതിൻ്റെ വേറെ സാധ്യതകളെ കുറിച്ചാണ് പുള്ളിക്കാരൻ പറയുക. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ അതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. എന്താണ് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം, അഡ്രസ് ചെയ്യുന്ന വിഷയം എന്നൊക്കെ. ഇതിൽ നിങ്ങൾക്ക് പേഴ്സണലി അറ്റാക്സ്, അതായത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇതിൽ ചില എപ്പിസോഡ് കഴിയുമ്പോൾ അത് അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടംപോലെ. അതൊരു ചോദ്യം പോലെ. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പം ഇന്നലെ ഒരാൾ മരിച്ചില്ലേ കഴിഞ്ഞ ദിവസം, ഒരു CPM വേണ്ടി സൈബർ ഇത് ആബു എന്ന് പറഞ്ഞിട്ടാൾ. അങ്ങനെ എനിക്കെതിരെ എൻ്റെ പടം വെച്ച് തമ്മിലുള്ള ഒരു 6 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആളെ അറിയില്ലായിരുന്നു. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അത് ഇജാസാണ് എനിക്കതെല്ലാം അയച്ചു തന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു എപ്പിസോഡിലെ ഒരു പരാമർശത്തെക്കുറിച്ച് വേറെ കുറേ എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അതിൽ ഒക്കെ ആളുകൾ നല്ല കാര്യം തന്നെ. പക്ഷേ ചില വിമർശനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞത് അതിന് നേർ വിപരീതമായിട്ട് ഉള്ള സാധനങ്ങളാണ് വരിക. ഭഗത് സിംഗ് ഒരു ഭഗത് സിംഗിന് അന്തക്കേടാണെന്ന് വിചാരിക്കാം. എന്താണ് ഭഗത് സിംഗ്? അതൊരു ഭഗത് സിംഗിനെ കുറിച്ചൊരു പരാമർശത്തിനിടയിൽ കേരളത്തിലെ 200 കേന്ദ്രങ്ങളിൽ പ്രകടനം നടന്നു, ഒരു കോടതി കേസുണ്ടായി. എനിക്ക് ഭയങ്കര തമാശയാണ്. ഒന്നുമില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെ ഭരണകൂടം അദ്ദേഹത്തെ തീവ്രവാദിയായിട്ടാണ് കണ്ടിരുന്നതെന്ന് ഏതൊരു LKG-കാരനും മനസ്സിലാവേണ്ട ഒരു കാര്യം പറഞ്ഞതിൻ്റെ പേരിലാണ്. എനിവേ അത് വിട്ടേക്കും, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ഈ മദ്രസ സമയമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. അപ്പം മദ്രസ സമയമായിട്ടല്ല, സ്കൂൾ സമയം ഇച്ചിരി നേരത്തെ ആക്കുന്നു. അപ്പോൾ അത് മദ്രസയെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് EK സുന്നിയുടെ ജിഫ്രി തങ്ങൾ അതിൽ അഭിപ്രായം പറയുന്നു. അപ്പോൾ അതിൽ അത് ആദ്യമായിട്ട് ചർച്ചയ്ക്ക് എടുത്തത് നമ്മളാണ്, ഔട്ട് ഓഫ് ഫോക്കസിലാണ്. അതിൽ ആ പൊസിഷൻ മദ്രസ സമയത്തെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്കൂൾ സമയമാറ്റത്തെ എതിർക്കുക എന്നുള്ള നിലപാട് ശരിയല്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഔട്ട് ഓഫ് ഫോക്കസിൽ ഞാനാണ്. ഞാൻ പറഞ്ഞ സർക്കാർ മന്ത്രി പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മന്ത്രി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ചർച്ച ചെയ്യാം, ആലോചിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ശരിയായ നിലപാടല്ല. മദ്രസ പഠനത്തെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്കൂൾ പഠനത്തിന് ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച് അവർ ചെയ്യുന്ന ഒരു ഇടപാടിനെ എതിർക്കുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് താഴെ വന്ന കമൻസ് എന്താണ്? ഇത് പിന്നെ തമ്മിലെ മാത്രം കണ്ടിട്ടാണെന്ന് തോന്നുന്നു, ദാവൂദ് മോട്ടെ അവന് മദ്രസ മാത്രം മതിയായിരിക്കും, സ്കൂളൊക്കെ പൂട്ടിക്കോട്ടെ എന്നുള്ളതാണ് അവൻ്റെ നിലപാട്. ഇതാണ് വരുന്ന കമൻസ് മുഴുവൻ. നിങ്ങളിങ്ങനെ പറയാമോ എന്നുള്ള ഇതെന്താണ് അത് ഞാനിപ്പോൾ പറയാൻ വെച്ചാൽ ഇപ്പോൾ ഈ മരിച്ച ആൾ എനിക്കെതിരെ ചെയ്ത ഒരു വീഡിയോയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. എനിവേ ഞാൻ ഇന്നലെയാണത് കേട്ടത്. അപ്പോൾ പിണറായി വിജയൻ എപ്പോഴും തെറി പറയുന്ന ദാവൂദ് പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്നുള്ളതാണ് ഇത്. ഈ അജിംസ് ഞാൻ ഇതിലേറ്റവും കൂടുതൽ തല്ലുകൂടിയിട്ടുള്ളതുകൊണ്ട് പിണറായി വിജയനെ, ഞാൻ പിണറായി വിജയനെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനത് പലവട്ടം ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞാണ്. ആസ് എ ലീഡർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഞാൻ കേരളത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരാളാണ്. ഈ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ അതിന് അതിഭയങ്കരമായി എതിർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ഇതിനകത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. ആ നിലയ്ക്ക് പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ ലീഡർ, ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചതിനെക്കുറിച്ചും അതിൽ ഇമ്പ്രസ്ഡ് ആയതിനെക്കുറിച്ചും ഒക്കെ ഞാൻ ഈ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ്റെ ബർത്ത്ഡേയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടാണ് എല്ലാ ദിവസവും വന്നിരുന്ന് പിണറായി വിജയനെ തെറി പറയുന്ന ദാവൂദ് ഇതാണ്. ഞാൻ ഒരു ദിവസവും പിണറായി വിജയനെ തെറി പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് തെറി പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ നമ്മൾ ഇതായിരിക്കും പറയുക എന്ന് ധരിച്ചിട്ട് ഒരു സംഗതി ഉണ്ടാക്കി ഇങ്ങനെ ചീത്ത പറയുന്നുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നിങ്ങൾക്ക് അതൊന്ന് കേട്ട് നോക്കിക്കൂടെ സുഹൃത്തുക്കളെ എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അതർവൈസ് എതിർപ്പുകൾ ഉണ്ടാകുക, വിമർശനം ഉണ്ടാകുക, അത് പബ്ലിക് ലൈഫിൽ ഉണ്ടാകുന്നതല്ല. പബ്ലിക് ലൈഫിൽ ഇരിക്കുന്ന എല്ലാവരും അത് അർഹിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. അജിംസിന്റെ പേഴ്സണൽ ലൈഫിൽ ഇതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഈ ഔട്ട് ഫോക്കസ് ആയി കണക്ട് ചെയ്തിട്ട് പുറത്തു പോകുമ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആളിൽ എന്നെ തിരിച്ചറിയുന്ന കൂടിയുണ്ട്. അതായത് ഞാൻ 12 വർഷമായി ഇപ്പോൾ ടെലിവിഷൻ ജേർണലിസ്റ്റ് തുടങ്ങിയിട്ട്.
അപ്പോൾ ഈ 12 വർഷത്തിൽ ഞാൻ കോട്ട് സൂട്ട് ഇട്ടിരുന്ന വാർത്ത വായിച്ചിട്ട് എന്നെ ആരും അങ്ങനെ തിരിച്ചറിയില്ലായിരുന്നു. കോഴിക്കോട് അങ്ങാടി ഇറങ്ങിയാൽ പോലും എന്നെ അങ്ങനെ തിരിച്ചറിയില്ല. മേക്കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ഇല്ലാതെ എന്നെ അങ്ങനെ ആരും തിരിച്ചറിഞ്ഞില്ല. ഇപ്പം അങ്ങനെയല്ല പ്രശ്നം. ഇപ്പം നമ്മൾ സാധാരണ കോസ്റ്റ്യൂമിലായതുകൊണ്ട് ഇറങ്ങി നടക്കുമ്പോൾ വലിയ തോതിൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതൊരു എന്താണ് സന്തോഷവുമാണ് പ്രശ്നവുമാണ്. കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകുമായിരിക്കും. അങ്ങനെ പോകുമ്പോൾ ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, രണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് സന്തോഷം തന്നെയാണ് ആളുകൾ തിരിച്ചറിയുന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ദവസായി പറഞ്ഞ പോലെ ഒരു പ്രശ്നം എനിക്കുമുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, സാധാരണ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ വളരെ ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ടാണ് പറയുക, ഇതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞതിൽ അങ്ങനെയല്ല, എങ്ങനെയുണ്ട്, ഇങ്ങനൊരു ആംഗിൾ കൂടിയുണ്ട്, നിങ്ങൾക്ക് ഇതുകൂടി പറയാമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ്, ശരിയല്ല, അതിൽ അത്രയും വസ്തുതകളില്ല, ഇങ്ങനെ കുറേ ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം നടന്ന ആളുകളുണ്ട്. അതേസമയം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വെറുതെ പറയുന്ന ആളുകളുണ്ട്. അപ്പം അത് ഞാൻ അങ്ങനെ വായിച്ചു നോക്കാറില്ല. അത് കാണാറുണ്ടെങ്കിൽ അങ്ങനെ അതിലേക്ക് മൈൻഡ് അപ്പ് ചെയ്യാറ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മൾ കേൾക്കും. അതിനെക്കുറിച്ചുള്ള ശരിക്കും യഥാർത്ഥത്തിൽ ഔട്ട് ഓഫ് ഫോക്കസിനെ മികച്ചതാക്കുന്നത് ഈ ക്രിറ്റിസിസമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആളുകളുടെ ഫീഡ്ബാക്ക് നന്നാക്കിയ ഒരു പ്രോഗ്രാമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഈ വിമർശനങ്ങൾ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ടോ നിഷാദ്? ഈ കമന്റ്സ് ഒക്കെ എപ്പോഴും വായിച്ച് കമൻറ്റ് വായിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കമൻറ്റ് വായിക്കും. കമൻറ്റ് ഇതിൻ്റെ ഫേസ്ബുക്ക് നമ്മൾ വിഷയം തീരുമാനിക്കുമ്പോൾ ആദ്യം അപ്പ് ചെയ്യുന്ന കാർഡുണ്ടല്ലോ, അതിൻ്റെ താഴത്തെ കമൻറ്റ് വായിക്കാറുണ്ട്. യൂട്യൂബിൻ്റെ എല്ലാ ദിവസവും ഞാനായി വായിക്കില്ല. ഇതിൻ്റെ ഞാൻ നേരത്തെ നമ്മൾ പ്രൊഡക്ഷൻ ടീമുണ്ട്. ഇജാസ് മിക്കവാറും ഇജാസ് എല്ലാ എപ്പിസോഡിൻ്റെയും അതിൻ്റെ ലൈവിൻ്റെയും കട്ട് ചെയ്യുന്ന എപ്പിസോഡിൻ്റെ എല്ലാം കമൻറ്റ് വായിക്കുകയും എന്താണ് ട്രെൻഡ് എന്നൊക്കെ പറയും. ഇന്ന് ആളുകൾ ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കാണും, താല്പര്യം. ഇത് മാത്രമല്ല, കമന്റിനകത്ത് ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ആളുകൾ ഇന്ന മാസീവായിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ എല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ ടീം എല്ലാം ഇത് വായിക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ആളുകളുടെ ഒരു താല്പര്യം എന്താണ്, ആളുടെ അഭിപ്രായം നിങ്ങൾ എന്താണ്, മൂഡ് എന്താണ്, നമ്മളെപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് താഴെ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ കാണുന്നുണ്ട്, ആരും നമ്മൾ അവഗണിക്കുന്നില്ല. അത് നമ്മൾ കാണുന്നുണ്ട്, അത് കാണുന്നുണ്ട്, ഉറപ്പായിട്ടും കാണുന്നുണ്ട്. അത് നമ്മളെല്ലാം എടുക്കേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒഴിവാക്കി നേരത്തെ പറഞ്ഞ പോലെ വിഷയം മാത്രം കണ്ടിട്ട് വന്ന് ഭയങ്കരമായി കമന്റ് ഒരേ രീതിയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ ഒരു തലച്ചോറിന്ന് വരുന്നതല്ല, ചാണകത്തുനിന്ന് വരുന്നതാണ്. അത് എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ കരച്ചിൽ കാണാൻ രക്തത്തിൽ നിന്നും ഗസ എടുക്കുമ്പോൾ ഗസ വിഷയത്തോടുള്ള ഭീകരമായിട്ടുള്ള ഒരു സംഗതി പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കരച്ചിൽ കാണാൻ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ എപ്പിസോഡൊന്നും കാണുന്നില്ല, അവർ കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഗതി കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ അവരത് ഇങ്ങനെ കമന്റ് ചെയ്ത് പോകും. അതിനെ നമ്മൾ ആ നിലയ്ക്ക് പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെയും സീരിയസ് ആയി പറയുന്ന ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ. അതുകൊണ്ട് ഞാൻ കമന്റ് വായിക്കുകയും ചോദിച്ചാൽ എല്ലാം വായിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി. യെസ് ദാവൂദ് സർ, ഞാൻ നേരത്തെ പറഞ്ഞു ഗസയെക്കുറിച്ച് അല്ലെങ്കിൽ ഫലസ്തീൻ കോസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വേദി ഔട്ട് ഓഫ് ഫോക്കസ് ആണ്, ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ചാനൽ മീഡിയ വൺ ആണ്. അപ്പോൾ അത് നമ്മൾ എഡിറ്റോറിയൽ നമ്മൾ അങ്ങനെ എടുത്ത തീരുമാനമാണ്. അല്ല, അത് നമ്മൾ കാണുന്നതേ, നമ്മളിപ്പോൾ എങ്ങാണ്ട് കിടക്കുന്ന ഗസ എന്ന് പറയുമല്ലോ, നമ്മളെക്കാൾ ഗസയിൽ നിന്ന് ദൂരെയാണ് അമേരിക്ക. കഴിഞ്ഞ ഒരു 2023 ഒക്ടോബറിന് ശേഷമുള്ള അമേരിക്കൻ മീഡിയ ശ്രദ്ധിക്കുക. അവരെല്ലാ ദിവസവും ഫലസ്തീനെക്കുറിച്ച് ഗസയെക്കുറിച്ച് നോക്കൂ. ഞാൻ ഈ പറയുന്ന PS മോർഗൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഞാൻ പരിചയപ്പെടുന്നത് ഒക്ടോബർ 7 ശേഷമാണ്. അതെ, ഞാൻ പരിചയപ്പെടുന്ന പറയുന്നത്. കാരണം എന്തായിരുന്നു അങ്ങേരുടെ ഓരോ ഷോ. ഹി വാസ് എഗൻസ്റ്റ് ഹമാസ്, ഒക്ടോബർ 7 ഓപ്പറേഷൻ, എവറിത്തിങ്. ആൻഡ് ഹിസ് പ്രോ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ വലിയൊരു ഓഡിയൻസിലേക്ക്, ഇതുവരെ എത്താത്ത വലിയൊരു ഓഡിയൻസിലേക്ക് വന്നു. അപ്പം ഫോക്സ് ന്യൂസ്, ഞാൻ സാധാരണ കാണാത്തൊരു ചാനലാണ് ഫോക്സ് ന്യൂസ്. നമുക്കറിയാത്ത കുറേ പുതിയ അവതാരകർ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് വന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെല്ലാ ദിവസവും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മളെക്കാൾ അകലത്തിലാണല്ലോ അവർക്ക് ഫലസ്തീൻ എന്ന് പറയുന്നത്. നമുക്ക് നന്ന ചുരുങ്ങിയത് അതിന് ചുറ്റുപാട്ടും നമ്മളപ്പോൾ ലക്ഷക്കണക്കിന് ബന്ധുക്കളും സുഹൃത്തുക്കളും താമസിക്കുന്നതെന്ന് വിചാരിക്കുക. ലോകത്തെല്ലായിടത്തും മീഡിയ ആണ്. അത് നമ്മൾ ഇപ്പം പിന്നെ DW, ജർമ്മനിയിലെ DW എടുത്താൽ, റഷ്യൻ TV എടുത്താൽ, അല്ലെങ്കിൽ ഫ്രാൻസ് 24 എടുത്താൽ, എല്ലാവരും അതെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ മീഡിയ അതങ്ങനെ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു വിഷയമല്ലാതാവുന്നില്ല. ലോകത്തുള്ള ലെഗസിയുള്ള അറിയപ്പെട്ട പ്രധാനപ്പെട്ട മീഡിയ ഹൗസസ് എല്ലാം 2023 ഒക്ടോബർ 7 ശേഷമുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്ന് ഫലസ്തീനും ഗസയും ആയിരുന്നു. എന്നുവെച്ചാൽ ആ നിലയ്ക്ക് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് പോയതെന്ന് തന്നെയാണ് ഞാൻ പറയുക. നമ്മൾ
കേരളത്തിലെ പ്രേക്ഷകരിൽ പക്ഷെ നോക്കൂ, മറ്റ് ചാനലുകൾ നേരത്തെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഇത്തവണ ഫലസ്തീനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് സ്ഥാപിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. യെസ്, ഇതിൽ ഞായറാഴ്ച കൂടി വേണമെന്ന് പറയുന്ന പോലെ ഇംഗ്ലീഷിലൊരു ഔട്ട് ഓഫ് ഫോക്കസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ദിവസം. തൽക്കാലം സബ് ടൈറ്റിൽ ഇട്ട് കാണിച്ചാൽ തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. ഇതില് വേറൊരു പ്രശ്നം ഞായറാഴ്ച ആലോചിക്കാവുന്നതാണ്. ഇതിലെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് പറ്റില്ല. ഒരു ജേർണലിസ്റ്റ് കം ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ നമ്മൾ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അതൊരു പ്രശ്നമാണ്. മറ്റ് ചാനലുകളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അടുത്ത സുഹൃത്തുക്കളെ അഭിപ്രായം പറയാറുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ നമ്മൾ പറയുന്ന പല കാര്യം അവർ കാണാറുണ്ട്. മറ്റ് ചാനലുകൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇതെല്ലാം കാണാറുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാറുണ്ട്. കാണാറുണ്ടെന്ന് സ്ഥിരമായി പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ശേഷം സമാനമായ പരിപാടി തുടങ്ങിയവരും ഉണ്ടല്ലോ. അല്ല, അത് നമ്മുടെ കോപ്പി അടിച്ചതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ കോപ്പി അടിച്ചതൊന്നുമല്ല. ഇതിന് ഇത്തരം പരിപാടികൾക്ക് ട്രാക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങുന്നതാണ്. പക്ഷേ എൻ്റർലി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ. നമുക്ക് ശേഷം തുടങ്ങിയ എല്ലാ പരിപാടികളിലും വേറെ ക്യാരക്ടറാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഇതിങ്ങനെ പോട്ടെ എന്നാണോ, എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അല്ല, നിലവിലിപ്പോൾ എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ എടുക്കുന്നു, അതിന്മേൽ നമ്മൾ ഭയങ്കര ഓണസ്റ്റായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സെല്ലിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ആളുകൾ ഇതിനെ ഇഷ്ടപ്പെടുന്ന കാര്യം. ഇപ്പോൾ തന്നെ ഇത്രയും കാലത്തെ കമൻറ്റ്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ ആൾക്കാർ സംസാരിക്കുക, നമ്മൾ മറ്റ് ഫീഡ്ബാക്സ് മെയിൽ വരുന്നതോ അല്ലെങ്കിൽ ആളുകൾ കത്തയക്കുന്നതൊക്കെ എടുത്ത് നോക്കിയാലും ഇതിനകത്ത് എന്തെങ്കിലും വേറെ സീരിയസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചുള്ള കമൻറ്റ്സ് ആൾക്കാർക്കില്ല. ചില ആൾക്കാർ ഇതിൻ്റെ ഒരു സെറ്റപ്പ് മാറ്റണം, ഇതിന്റെ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീൽ മാറ്റണം. ഒരു മൻസൂർ പറയുന്നു, ബാക്ക്ഗ്രൗണ്ട് ഇമേജും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇടയ്ക്കിടെ മാറ്റുന്നത് നല്ലതാണ്. ഒരു വിഷയത്തിൽ 10 മിനിറ്റിൽ കവിയാതെ ഒരു വിഷയം കൂടി ആഡ് ചെയ്ത് 4 ടോപ്പിക് ആക്കിയാൽ നന്നാവും എന്നൊക്കെ പറയും. ഒരാൾ എന്നോട് ഈ മെനിയാന്ന് ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഈ കളർ ടോൺ ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങി. ഈ കുറച്ച് റെഡിഷ് ആണല്ലോ നമ്മുടെ മൊത്തത്തിൽ. അതൊന്നും മാറ്റി. ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരുപാട് പേര് പോഡ്കാസ്റ്റിലാണ് കേൾക്കുന്നത് ഇപ്പോൾ. അത് ശരിയാണ്. കാണുന്നത് മാത്രമല്ല, ആൾക്ക് കാറിൽ കേൾക്കുന്ന ആൾക്കാർ ഇത് പ്ലേ ചെയ്യണം. അതൊന്ന് പറയും. ഇത് ആക്ച്വലി മീഡിയ നമുക്ക് ചാനലിൽ കാണാം, അല്ലാതെ യൂട്യൂബ് ലൈവ് കാണാം, അല്ലാതെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പോഡ്കാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന പരിപാടികൾ മലയാളം പരിപാടികളിൽ ഒന്നാണിത്. പിന്നെ സ്പോട്ടിഫൈയിൽ ആൾക്കാർ കേൾക്കുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ ആൾക്കാർ കേൾക്കുന്നത് ഓഡിയോ ആണ് കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഓഡിയോ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആൾക്കാർ കൺസേൺ വയ്ക്കുന്ന കാര്യം. ഹെഡ്സെറ്റിൽ കേൾക്കുന്ന ആൾക്കാരും കാറിൽ കേൾക്കുന്ന പോഡ്കാസ്റ്റിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല, നമുക്ക് കഴിഞ്ഞ 1-2 വർഷത്തെ പോഡ്കാസ്റ്റ് ഡൗൺലോഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഔട്ട് ഓഫ് ഫോക്കസിന്റെ കോൺട്രിബ്യൂഷൻ ഏറ്റവും വലുത് 1 lakh. മലയാളം ന്യൂസിലെ ഏറ്റവും ഈ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന അതിൽ എഗൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ജിയോ ലോക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് ഡൗൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജിയോഗ്രാഫിക്കൽ ബ്രേക്ക് ഡൗൺ എടുത്താൽ ഏറ്റവും കൂടുതൽ യൂറോപ്പാണത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയാണത് ഈ പോഡ്കാസ്റ്റ് ഡൗൺലോഡ്. 100-ലധികം രാജ്യങ്ങളിൽ ഇത് കേൾക്കുന്നു. മലയാളികളുണ്ട് ലോകത്തിനടുത്ത്. ഞാൻ 100-ലധികം, എൻ്റെ കൃത്യങ്ങൾക്ക് 140 സംതിങ് സിഗേഷനോട് പറഞ്ഞു. അത്രയും രാജ്യങ്ങളിൽ എങ്ങനെയാണ് നമുക്കുള്ള ഒരു റിവ്യൂ വരുന്നത്? എങ്ങനെയാണ് ഗൾഫ് കൺട്രീസിൽ നിന്നും അതർ കൺട്രീസിൽ നിന്നൊക്കെ? പിന്നെ അവിടെ എല്ലായിടത്തുനിന്നും ആൾക്കാർ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എനിക്കൊന്ന് ഫോറിൻ കൺട്രീസ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ വരുന്ന കണക്കെടുക്കുകയാണ്. ഗൾഫിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന പരിപാടികളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോഴും ആൾക്കാരെ കാണുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഫീഡ്ബാക്ക് വരുന്ന പരിപാടി എന്ന് പറയുന്നത്. പജിംസിനൊക്കെ തന്നെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോട് ഉച്ചയ്ക്കിരിക്കുമ്പോഴാണ് നമ്മുടെ PDT ആചാര്യ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, കക്ഷി വിളിച്ചിട്ട് സ്ഥിരമായി കാണാറുണ്ട്. ഇന്ന എപ്പിസോഡുകളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ ലെയറിലുള്ള ആൾക്കാർ ഇത് കാണുകയും സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ചാനലുകളിലെ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും കാണുന്നു. ഒന്നുകിൽ ആൾക്കാർ ചിലപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എപ്പിസോഡ് കാണും, ചില ആൾക്കാർ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിരിക്കും കാണുന്നുണ്ടാവുക, ചില ആൾക്കാർ ഷോർട്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക, ചില ആൾക്കാർ ഫേസ്ബുക്കിൽ കാണും. ഏതെല്ലാമോ വഴിക്ക് ഏതെല്ലാമോ ആൾക്കാർ പോസിറ്റീവായിട്ട് വന്നിട്ടൊരു കാര്യം എന്ന് പറയട്ടെ, നമ്മളെ ആളുകൾ അഭിനന്ദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിന് വേറൊരു മറുവശമുണ്ട്. 1 hate ഔട്ട് ഓഫ് ഫോക്കസിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്നു. 1 hate. അത്രയും ഹേറ്റ് പ്രചരിപ്പിച്ചിട്ടും ആ ഹേറ്റ് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനം ഉണ്ടായിട്ടും ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം
വർത്തി എന്ന് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. ദാസർ, ഇവിടെ പത്രങ്ങളിലെ എഡിറ്റോറിയൽ പോലെ മീഡിയ വണിന്റെ എഡിറ്റോറിയൽ ആയിട്ടാണ് ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയെ കാണുന്നത്. അതിനാൽ പുറത്തുനിന്നുള്ള സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുകൾ ഈ പരിപാടിയുടെ ഭാഗമാക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായം. അങ്ങനെ ഒരു എഡിറ്റോറിയൽ ഒരു ആയിട്ട് തന്നെയാണ് നമ്മൾ ആക്കേണ്ടതില്ല എന്നാണ് നെയ്യുമാണ് പറയുന്നത്. അല്ല, ഒരു എഡിറ്റോറിയൽ നമ്മുടെ ഒരു ചാനലിന്റെ ഒരു എഡിറ്റോറിയൽ ആയിട്ട് തന്നെയാണ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ചാനലൊരു പോളിസി ഉണ്ടല്ലോ, വെൽ റിട്ടൺ പോളിസി ഉണ്ട്. ആ പോളിസി ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ടേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ആൻഡ് ദാറ്റ് പോളിസി ഈസ് വെൽ നോൺ. അതിൽ ഞാൻ മുമ്പൊരിക്കൽ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സാധാരണ പറയുന്ന ഒരു മീഡിയ വൺ പോളിസിയിലെ, ന്യൂസ് പോളിസിയിലെ ഒരു എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വാചകമാണ് വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു വാക്യം സാധാരണ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗമില്ല. വോയിസ്ലെസ് എന്ന് പറഞ്ഞൊരു വിഭാഗമില്ല. എല്ലാവർക്കും വോയിസുണ്ട്. അൺഹേർഡ് വോയിസസേ ഉള്ളൂ. നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുന്നില്ല, അല്ലെ ചില ശബ്ദങ്ങൾ അത് ശബ്ദമായിട്ട് അംഗീകരിക്കാനോ അത് തിരിച്ചറിയാനോ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ വോയിസിനെയും റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മീഡിയ വണ്ണിൻ്റെ എഡിറ്റോറിയൽ പോളിസിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ പോളിസിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ചില പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ചില ശബ്ദങ്ങൾ അത് കുഴപ്പമാണ്, അത് തീവ്രവാദമാണ്, അല്ലെങ്കിൽ അത് വർഗീയതയാണ്, അത് രാജ്യദ്രോഹമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ അസ്വസ്ഥരാകും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് അത് ഉത്തരവാദിത്തമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു മീഡിയ ഹൗസിനും ഇല്ലാത്ത ഒരു പെർട്ടിക്കുലറായ കാര്യമുള്ളത് ഇന്ത്യൻ സർക്കാർ എന്താണ് അബ്രപ്റ്റായിട്ട് നേർക്കുനേർ നിരോധിച്ച ലൈസൻസ് എടുത്തു കളഞ്ഞ ഇന്ത്യയിലെ ഏക വാർത്താ ചാനലാണ്. അങ്ങനൊരു സംഭവം മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ കോടതിയിൽ പോയി കോടതിയോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങൾക്ക് എന്ത് വേണം, റിലീഫ് വേണം, ഞങ്ങൾക്ക് ഇത് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി ഗംഭീരമായിട്ടുള്ളൊരു വിധി പ്രസ്താവം എഴുതിയിട്ടുണ്ട് ജസ്റ്റിസ് DY ചന്ദ്രയോട്. അതിൽ അദ്ദേഹം ആ സാധാരണ പറയുന്ന കാര്യമാണ്, പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട് മീഡിയയുടെ ഉത്തരവാദിത്വം എന്താണ്, സ്പീക്കിംഗ് ട്രൂത്ത് ടു ദ പവർ എന്നാണ് എന്ന് നമ്മുടെ വിധി പ്രസ്താവത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭരണകൂടത്തെ നോക്കി സത്യം പറയുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നേരത്തെ ദിവ്യ തന്നെ പറഞ്ഞല്ലോ, LDF വിരുദ്ധമാണ്, CPM വിരുദ്ധമാണെന്ന് പറയുന്നു, BJP വിരുദ്ധം. എന്തുകൊണ്ടാണ് അങ്ങനെ? ആ പരാതിക്കല്ല, ആക്ഷേപത്തിൽ വസ്തുതയാണ്. വസ്തുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് തുടങ്ങിയതിന് ശേഷം അധികാരത്തിലുള്ള ആരാണ്? ഇവിടെ ലെഫ്റ്റാണ്, അവിടെ BJP ആണ്, NDA ആണ്. സോ സ്പീക്കിംഗ് ട്രൂത്ത് ടു ദ പവർ എന്ന് പറയുന്ന ഒരു സംഗതി മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ അധികാരത്തിലുള്ളവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, കലഹിച്ചുകൊണ്ടിരിക്കുക, ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഈ സംവിധാനം മാറി വേറെ നാളെ VD സതീശനാണ് വരുന്നത്, അല്ലെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിൽ ഇതേ പ്രശ്നം അവിടെ ആവർത്തിക്കും. അത്രയേ ഉള്ളൂ അതിനകത്ത്. സജിൻ സാർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ദൗസർ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ വർഗീയതയും വിദ്വേഷവും പടർത്തുന്ന ഈ കാര്യത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് പോലെയുള്ള ഒരു പരിപാടി അത് തുടരേണ്ടതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം അത് എത്ര വലുതാണ്? നമ്മളിവിടെ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഗസ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പോളറൈസേഷനെ കുറിച്ചാണ്, കേരളത്തിൽ ഉണ്ടാക്കുന്ന പോളറൈസേഷനെ കുറിച്ചാണ്. രണ്ടും ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡൈനാമിക്സ് എന്താണ്, അതിൻ്റെ ഒരു ട്രജക്ടറി എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിരവധി എപ്പിസോഡുകളിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഹെയ്റ്റ്, ആ ഹെയ്റ്റ് ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പ്രേക്ഷകരെങ്കിലും കൺവിൻസ്ഡ് ആണ്. കാരണം നമ്മൾ എവിടെ നിന്നാണ് അതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്, അതെങ്ങോട്ടാണ് ഇനി പോകുന്നത് നമ്മളിവിടെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയായിട്ട് തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ പ്രവചനാത്മകമായി പറയുന്ന പല കാര്യങ്ങളും പിന്നീട് സംഭവിച്ചിട്ടുള്ളതായിട്ട് ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ കഴിയും. നമ്മൾ പറയും ഇങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കാൻ പോവുക എന്നുള്ള, അങ്ങനെ സംഭവിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഒരു പോസിറ്റീവായിട്ട് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹെയ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്നവരെ കുറിച്ച് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കി അറിയാം, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവരാണ് നമ്മളെ എതിർക്കുന്നത്, നമ്മളെ ആക്ഷേപിക്കുന്നത്, നമ്മളെ തെറിവിളിക്കുന്നത് ആരാണ്? ഇതേ ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ ഹെയ്റ്റിനെതിരെ നിലയുറപ്പിച്ചു എന്നുള്ളതായിരിക്കും നമ്മളെ ഭാവിയിൽ ചരിത്രം അടയാളപ്പെടുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നു. യെസ്, എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പ്രേക്ഷകർ
മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയെ സ്വീകരിച്ചു, മുടങ്ങാതെ കാണുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. സമകാലിക വിഷയങ്ങളുമായി ഇനിയും മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് യാത്ര, ഈ ജൈത്രയാത്ര ഇനിയും തുടരും. ആ യാത്രയ്ക്കൊപ്പം പ്രേക്ഷകരും ഒപ്പം ഉണ്ടാകണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒപ്പം വിമർശനങ്ങളായാൽ വിമർശനങ്ങളായും അതും ഞങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മീഡിയ വൺ ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞാൽ പോലും നിർത്താൻ കഴിയാത്ത അത്ര തരത്തിൽ വലിയൊരു സ്വീകാര്യത ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയും ഈ വേദിയിലുണ്ടാകും. ഞങ്ങൾ ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ്, ഔട്ട് ഓഫ് ഫോക്കസ് എപ്പിസോഡോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.